സാധിക്കാതിരുന്നതിന് പല കാരണങ്ങളും ഉള്ളതുകൊണ്ടാണ് സ്ഥിരം ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. ഇനിയും ഒരുപക്ഷെ എല്ലാ ദിവസവും ഉണ്ടാക്കാൻ സാധിക്കും. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പൊ ഇപ്പോ രാമായണ പാരായണത്തിന് തുടങ്ങുന്നതിന് മുൻപായിട്ട് അല്പം സംസാരിക്കാം എന്നൊരു ആഗ്രഹം വന്നു. ആ ആഗ്രഹം ഞാൻ സൂചിപ്പിച്ചതനുസരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിരിക്കുന്നത്. രാമായണം പാരായണം 1982 മുതൽ കേരളത്തിൽ ഇതുപോലെ വ്യാപകമാക്കാൻ കാരണക്കാരായ അതിൽ ഒരു പ്രധാന വ്യക്തിയാണ് പരമേശ്വർജി. അദ്ദേഹം തുടങ്ങിയ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജില്ലാ സെക്രട്ടറി ആണ് എന്ന് ഞാൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം എനിക്കുണ്ട്. ഇവിടെ പരമേശ്വർജി മാത്രമല്ല, നമ്മുടെ പല ആചാര്യന്മാരും ചേർന്ന് മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൽ 1982 നടന്ന ഒരു വലിയ സമ്മേളനത്തിലാണ് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കണം എന്നുള്ള തീരുമാനം വന്നത്. അന്ന് മുതൽക്കേ, അതിന്റെ പിറ്റേ ദിവസം മുതൽക്കേ ഇവിടെ പല 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 പത്രങ്ങളിലും വളരെ വ്യാപകമായിട്ട് എഴുതി കേരളത്തിൽ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ. ഇപ്പോഴും പലതും വരുന്നുണ്ട്. നമ്മൾ മാത്രം വർഗീയവാദികൾ എന്നുള്ള രീതിയിൽ മുദ്രകുത്തി അത് നമ്മൾ പണ്ടത്തേതുപോലെ അത് കേട്ട് ചുമ്മാ ഇരിക്കില്ല എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാമായണം വിറ്റ് കച്ചവടമാക്കി ധാരാളം പണം ഉണ്ടാക്കുന്നതും ഈ പത്രങ്ങൾ തന്നെയാണ്. എവിടെയും പണം ഉണ്ടാക്കുക, അതായത് എങ്ങനെ ആയാലും ഭൗതികത പ്രോത്സാഹിപ്പിക്കുക, ഭൗതികമായ കഴിവ് നേടുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനക്കാർക്കെതിരെ തീർച്ചയായിട്ടും ഒരു രാജാവ്, അതായത് പുരുഷോത്തമൻ എന്ന് നാം പറയുന്ന രാജാവ് രാമൻ എങ്ങനെയാണ് ഒരു പുരുഷൻ ഇവിടെ ജീവിക്കേണ്ടത് എന്ന് നമ്മളെ രാമായണത്തിൽ കൂടി കാണിച്ചു തരുന്നു. രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതിഹാസമാണ്. ഇവിടെ സനാതന ധർമ്മിക്ക് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പലതാണ്. 4 വേദങ്ങൾ നമുക്കുണ്ട്, പിന്നെ ഉപനിഷത്തുകളുണ്ട്, ഭഗവത്ഗീതയുണ്ട്. ഇവയെല്ലാം പോരാഞ്ഞിട്ട് 2 ഇതിഹാസങ്ങളുണ്ട്, മഹാഭാരതവും രാമായണവും. പിന്നെയും ധാരാളം പുരാണങ്ങളുണ്ട്, ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങളുണ്ട്. എങ്കിലും അടിസ്ഥാനം വേദത്തിൽ തന്നെയാണ്. സനാതന ധർമ്മത്തിന്റെ അടിത്തറ വേദത്തിൽ തന്നെയാണ്. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആദ്യം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് UN തന്നെ പറയുന്നുണ്ട്. ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് എഴുതി വെച്ചത് വേദവ്യാസനാണ്. പക്ഷെ വേദവ്യാസനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് തന്നെ വേദങ്ങൾ നമ്മളുടെ ആചാര്യന്മാർ കണ്ടെത്തിയതാണ് എന്നുകൂടി ചിന്തിക്കണം നാം. ഇന്ന് ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്യന്താധുനിക ശാസ്ത്രവും ഇപ്പോൾ കണ്ടുപിടുത്തങ്ങളുടെ രൂപത്തിൽ കൊണ്ടുവരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴേ വേദങ്ങളുടെ മഹത്വം എന്താണ് എന്നും ഭാരതത്തിന്റെ മഹത്വം എന്താണ് എന്നും ഭാരതത്തിന്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ മഹത്വം എന്താണെന്നും നമുക്കറിയാൻ പറ്റൂ. പക്ഷെ ദൗർഭാഗ്യവശാൽ നാം ഇത് കൃത്യമായിട്ട് നേരെ ചെവനെ പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അത് പലപ്പോഴും ആ അവസരങ്ങളെ തടയാൻ ഉള്ള പല ശക്തികളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ മറ്റുള്ളവർന്നുള്ള ആക്രമണങ്ങളും അങ്ങനെ മതം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്ന മറ്റു പലരും ചേർന്ന് ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന് ഒരു തകർച്ച സംഭവിക്കുമോ എന്ന് തോന്നി. പക്ഷെ തകരില്ല. ഇന്ന് സനാതന ധർമ്മം ഭാരതത്തെക്കാൾ കൂടുതലായിട്ട് മറ്റ് രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ, രാമായണം നമ്മൾ ഇവിടെ ഒരു ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഭക്തി മാത്രം മതി, വേറെ ഒന്നും നമുക്ക് വേണ്ട. ആ ഭക്തി ഉണ്ടെങ്കിൽ എല്ലാം ആകും. ഭക്തിയാണ് ഏറ്റവും എളുപ്പം. പക്ഷേ അത് എല്ലാവർക്കും മതിയാവില്ല. കുറെ യുക്തിബോധമുള്ള വ്യക്തികൾക്ക് ഭക്തി മാത്രം മതിയാവില്ല. അവർക്ക് യുക്തി ഉപയോഗിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും അവസരങ്ങൾ വേണം. രാമായണത്തെ യുക്തി ഉപയോഗിച്ചും പഠിക്കാം, ഭക്തി ഉപയോഗിച്ചും പഠിക്കാം. എഴുത്തച്ഛന്റെ രാമായണം, ആധ്യാത്മിക രാമായണം, അത് ഭക്തർക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. ഒരു ഭക്തന് രാമനെ പഠിച്ചാൽ മതി. രാമനെ പഠിച്ച് രാമന്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത് ഈശ്വരന് മുമ്പിൽ സ്വയം അർപ്പിച്ചുകൊണ്ട്
രാമനാമം ജപിച്ചാൽ, ഈശ്വരനാമം ജപിച്ചാൽ അവന് ലോകത്തിൽ ഈ കിട്ടേണ്ടതെല്ലാം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാം ലഭിക്കും കറ കളഞ്ഞ ഭക്തിയോടുകൂടി ഈശ്വരനെ സമീപിച്ചാൽ. ആ കാര്യമാണ് വാസ്തവത്തിൽ ആധ്യാത്മ രാമായണത്തിലെ ഓരോ ഭാഗത്തും നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ഭക്തി മാത്രം പോരാ, യുക്തിയും വേണം എന്നും ഭഗവാൻ കൃഷ്ണൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം തന്നെ രാമായണത്തിൽ ഉണ്ട് താനും. രാമായണത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പുരുഷോത്തമൻ ആയി കണക്കാക്കുന്ന ശ്രീരാമനെയാണ്. ഈ ശ്രീരാമനെ നാം എന്തുകൊണ്ട് പുരുഷോത്തമൻ എന്ന് പറയുന്നു? അദ്ദേഹം ശരിക്കും പച്ചയായ ഒരു മനുഷ്യനായി ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണമായിട്ട് എടുക്കാവുന്ന വ്യക്തിയാണ് രാമൻ എന്ന് നാരദൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ നാരദനെ നമ്മൾ എങ്ങനെ കാണുന്നത്? നാരദൻ ഒരു തമ്മിത്തല്ലുകാരൻ, തമ്മിത്തല്ലിക്കുന്ന ആള്, വഴക്കാളി എന്നുള്ള രീതിയിൽ രാവണനെ നമ്മുടെ പലരും ദുർവ്യാഖ്യാനം ചെയ്യിപ്പിച്ച് തന്നു. അത് മാത്രമേ നമുക്ക് രാവണനെ കുറിച്ചും അറിയാവൂ. അതും നമ്മുടെ ഒരു അപചയമാണ്. നാം ഇവരെയൊക്കെ വ്യക്തമായി അറിയണം. നമ്മുടെ ആചാര്യന്മാരെ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ സനാതന ധർമ്മത്തിന്റെ മഹത്വം വ്യക്തമായി അറിയാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വെറും ഭക്തിക്ക് വേണ്ടി മാത്രമല്ല രാമായണത്തെ പല ആംഗിളിൽ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു ചെറിയ ഉദാഹരണം നമുക്ക് എടുത്താൽ, രാമൻ എന്തുകൊണ്ട് വനത്തിൽ പോകേണ്ടി വന്നു? ഇത് പലരും പലതരത്തിലും വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമാണ്. രാമന്റെ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ച ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് രാമൻ കാട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹം കൈകേയിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. കൈകേയിയുടെ ഭാഗത്ത് നിന്ന് വരാൻ കാരണം എന്താണ്? അതിന് മന്ഥരയുടെ ഒരു ബാക്കിംഗ് ഉണ്ടായിരുന്നു. മന്ഥര അങ്ങനെ പറയാൻ കാരണം എന്താണ്? കൈകേയിക്ക് ദശരഥൻ അതിനു മുൻപേ കൊടുത്തിരുന്ന ആ വരങ്ങളെ കുറിച്ചുള്ള ഓർമ്മ വച്ചുകൊണ്ട് കൈകേയിയെ ഒന്ന് ഉപയോഗിക്കാൻ മന്ഥര തീരുമാനിച്ചു. അങ്ങനെ മന്ഥരയുടെ ആ ശ്രമം ഫലിച്ചു. അങ്ങനെ തീർച്ചയായിട്ടും സ്വന്തം മകനോടുള്ള അമിതമായ ആഗ്രഹവും താല്പര്യവും, സ്വന്തം മകനെ രാജാവായി കാണണമെന്നുള്ള ആഗ്രഹവും വന്നപ്പോൾ ശരിക്കും പട്ടാഭിഷേകത്തിന് അവകാശപ്പെട്ട രാമനെ അവിടെ മാറ്റി നിർത്താൻ അവർ ആഗ്രഹിച്ചു. രാമനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ സമയത്ത് അത് വേണ്ടി വന്നു. അതിന് മന്ഥരയും ഒരു ഉപകരണമായി എന്ന് പറയാമെന്നല്ലാതെ നമുക്ക് മന്ഥരയെയും കൈകേയിയെയും പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് രാമായണം മുഴുവൻ കൃത്യമായിട്ട് പഠിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. ചില കാര്യങ്ങൾ ചില സമയത്ത് നടക്കേണ്ടവരെ നടക്കണം. അത് നടക്കാൻ വേണ്ടി ചില നിമിത്തങ്ങൾ ഉണ്ടാകും. ആ നിമിത്തങ്ങൾ എന്തെല്ലാമായിരിക്കാം, എന്തുകൊണ്ടായിരിക്കാം അതൊക്കെ വന്നത് എന്നുകൂടി പഠിക്കാനുള്ള ആ വിവേക ബുദ്ധിയോട് കൂടി വേണം നാം രാമായണം കാണാൻ. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് രാമൻ ഒരു അവതാര പുരുഷനാണ്. ലക്ഷ്മണനോ അനന്തന്റെ അവതാരമാണ്. സീതയും ലക്ഷ്മിയാണ്. ഇവരെല്ലാം തനി മണ്ടന്മാരൊന്നുമല്ല. ഈ ജന്മത്തിൽ ഇവരുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുണ്ടെങ്കിലും അവർക്ക് അസാമാന്യ ബുദ്ധിയും ശക്തിയും പടവും ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവരെല്ലാവരും കൂടി ഭംഗിയായിട്ട് ഇവിടെ നമുക്ക് വേണ്ടി ഒരു അഭിനയം നടത്തായിരുന്നില്ലേ എന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഈ രാമായണത്തെ കുറിച്ച് ശ്രദ്ധാപൂർവം പഠിക്കാൻ ശ്രമിച്ചാൽ. ഇവിടെ രാമൻ വനത്തിൽ പോകണം എന്ന് പറഞ്ഞ് കൈകേയി ബഹളം കൂട്ടിയപ്പോൾ രാമൻ ഒരക്ഷരം എതിർത്തില്ല. പക്ഷേ രാമനോട് അപ്പോൾ രാമന്റെ ആചാര്യനായ വസിഷ്ഠ മഹർഷി പറഞ്ഞു, നീ പോകണ്ട. കാരണം നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നത് നീ രാജ്യം ഭരിക്കണം എന്ന് തന്നെയാണ്. 10-11 വയസ്സ് വരെ രാമന് രാജ്യത്തിന് യാതൊരു താല്പര്യമില്ലാതെ രാജ്യഭാരം എടുക്കാൻ ശേഷിയില്ലാത്തവനായിട്ട് വളർന്നപ്പോൾ ആ രാമനെ കൃത്യമായിട്ടും പഠിപ്പിച്ചത്, രാമനെ രാജാവാകാനുള്ള ശേഷി ഉണ്ടാക്കിയ വസിഷ്ഠ മഹർഷി പറയുന്നു, ധാർമ്മികമായി നോക്കുമ്പോഴും നീ പോകേണ്ട ആവശ്യമില്ല. നീ ഇവിടെ അച്ഛൻ പറഞ്ഞ് കണക്കാക്കാതെ നീ ഇവിടെ ഭാരം ഏറ്റെടുക്കണം എന്ന് ഈ മഹർഷി പറഞ്ഞപ്പോൾ രാമൻ അത് തിരിഞ്ഞു നോക്കിയില്ല, കേട്ട ഭാവം നടിച്ചില്ല. എന്തുകൊണ്ട് കേട്ട ഭാവം നടിച്ചില്ല? ഗൗരവപൂർവ്വം ഒന്ന് ചിന്തിക്കൂ. ഈ വസിഷ്ഠ മഹർഷിയാണ് ഗുരുവാണ് പറയുന്നത് നീ പോകേണ്ട ആവശ്യമില്ല, ധർമ്മബോധം അനുസരിച്ച് നീ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരുവിനെ എതിർക്കാൻ ആ ശിഷ്യൻ തയ്യാറായില്ല. പിന്നെയോ അച്ഛനെ അനുസരിക്കുക എന്നുള്ള ആ പുത്രധർമ്മം, ആ ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാമൻ പോകാൻ ഒരുങ്ങി.
അങ്ങനെയാണ് ആ പുത്രധർമ്മം എന്താണ് എന്ന് രാമൻ നമുക്ക് കാട്ടിത്തരുന്നു. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും ഉണ്ടായപ്പോൾ പറഞ്ഞു, ഭരതൻ എന്താണ് ഒരു കുറവ്? എന്നേക്കാളും ഭംഗിയായിട്ട് ഭരിക്കാൻ അവന് കഴിയും. ഞാൻ രാജാവായാൽ കുറെ വർഷം ഞാൻ രാജാവാകും. പക്ഷേ ഒരു പേരുദോഷം ഈ വർഗത്തിന്, നമ്മുടെ ഈ കുടുംബത്തിന് മുഴുവൻ ഉണ്ടാകും, അച്ഛനെ ധിക്കരിച്ച മകൻ എന്ന്. പക്ഷേ ഭരതൻ രാജാവായാലോ? ഒരിക്കലും അതുണ്ടാവില്ല. ഭരതൻ രാജാവാകട്ടെ, ഞാൻ കാട് പോയി ഭരിച്ചോളാം. അവിടെയും എനിക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം അവിടെ വെച്ച് ചെയ്യാൻ എനിക്ക് സാധിക്കും. അങ്ങനെ എതിർത്തവരെ എല്ലാവരെയും ആ എതിർപ്പുകളുടെ ഒന്നിനെയും വകവയ്ക്കാതെ, ദശരഥന്റെ വിഷമത്തെയും വകവയ്ക്കാതെ അദ്ദേഹം കാട്ടിൽ പോകുന്നു. അങ്ങനെ കാട്ടിൽ പോകുന്ന വഴിക്കുണ്ടായ സംഭവ വികാസങ്ങളും പലതും നമുക്കൊക്കെ അറിയാം. അതിൽ പ്രധാനമായിട്ടൊരു സംഭവം നടക്കുന്നു. ഈ രാമന്റെ കൂടെ ലക്ഷ്മണനും കൂടെ പോകുന്നു. ലക്ഷ്മണന്റെ മാതാവ് പല നിർദ്ദേശങ്ങളും നൽകുന്നു. സീതാദേവിയെ നീ അമ്മയായി കണ്ടോളണം, എന്നെപ്പോലെ കണ്ടോളണം, രാമനെ നീ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടോളണം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന വഴിക്ക് പഞ്ചവടിയിൽ വെച്ച് ഇവിടെ സീതയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് രാവണൻ വരുന്ന സമയത്ത് സീതാദേവി വിളിച്ചൊന്നുമായിട്ടല്ല, പക്ഷേ അപ്പോൾ രാവണൻ വരുന്ന സമയത്ത് ലക്ഷ്മണൻ രേഖ വരച്ചു എന്നുള്ളത് എഴുത്തച്ഛൻ പറയുന്നു, വാൽമീകിയൊന്നും പറയുന്നില്ല അത്. എങ്കിലും ആ സമയത്ത് രാമൻ ഒരു മാനിന്റെ പിന്നാലെ പോയി അവസാനം സീതയ്ക്ക് കാവൽ നിന്ന ലക്ഷ്മണനും അവിടെ ലക്ഷ്മണ എന്ന് രാമൻ വിളിക്കുന്നത് കേട്ടപ്പോൾ പോകേണ്ടി വന്നു. പക്ഷെ അപ്പോൾ നീ പോയി രാമനെ നോക്ക് എന്ന് സീത പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, അമ്മേ, എന്റെ ചേട്ടന് ഒന്നും സംഭവിക്കില്ല, എനിക്ക് എന്റെ ചേട്ടനെ അറിയാം, ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ഞാൻ പോകേണ്ട ആവശ്യമില്ല. സീത ദേഷ്യം വന്ന് ലക്ഷ്മണനെ എന്തെല്ലാം പറഞ്ഞു. എടാ ദുഷ്ട, നീ എന്താ, നിന്റെ ഉദ്ദേശം ഇതൊക്കെയാണോ? നീ രാമനെ കൊന്നിട്ട് നീയും ഭരതനും കൂടി എന്നെ കൊണ്ടുപോകാൻ പോകണോ എന്ന് പറഞ്ഞു വളരെ ക്രൂരമായി ഈ ലക്ഷ്മണനെ ചീത്ത പറഞ്ഞു. പാവൻ ലക്ഷ്മണൻ ഓടി ചെന്നപ്പോൾ രാമൻ ചോദിച്ചു, നീ എന്തിനാ ഇപ്പോൾ ഓടിപ്പോന്നെ? ഞാൻ നിന്നെ സീതയെ നോക്കാൻ നിർത്തിയതല്ലേ? അപ്പോൾ പറഞ്ഞ എന്താണ്? ലക്ഷ്മണൻ പറഞ്ഞെന്താണ്? കാരിരുമ്പ് കൊണ്ട് കുത്തിച്ചെവിയിൽ തറയ്ക്കുന്ന പോലെ, അതും തീ വിട്ട് കുത്തി തറയ്ക്കുന്ന വേദന എനിക്ക് ഉണ്ടായി ചേട്ടാ, അതുകൊണ്ട് ഞാൻ പോരേണ്ടി വന്നാണെന്ന് പറഞ്ഞു. ഇത്രേ സംഭവിച്ചു. ഒന്നും മിണ്ടിയില്ല, പരസ്പരം വേറൊന്നും സംഭവിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇത് രാമനും അതറിയാം, ഒരുപക്ഷെ സീതയ്ക്കും ഇതൊക്കെ അറിയാം. ഇവർക്ക് പലതും അറിയാവുന്നവരല്ലേ, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ നാടകം കളിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ യുദ്ധം കഴിഞ്ഞ് അവിടെ നിന്നും ലങ്കയിൽ നിന്നും തിരിച്ചു പോരുന്നതിന് മുൻപായിട്ട് സീതാദേവിയെ അവിടെ വളരെ ആർഭാടമായിട്ട് അവിടെ രാജാവായിട്ട്, രാവണന്റെ വധത്തിന് ശേഷം രാജാവായിട്ട് രാവണന്റെ സഹോദരനെ വാഴിച്ചതിന് ശേഷം സീതാദേവിയെ അവിടുന്ന് കൊണ്ടുവരുന്നതിന് ആദ്യം രാമൻ ഹനുമാനോട് പറഞ്ഞു, നീ പുതിയ രാജാവിനോട് സമ്മതം ചോദിക്കുക. രാജധാനിയിൽ രാജാവിന്റെ അധികാരിയോട് സമ്മതം ചോദിച്ചിട്ടേ സീതയെ കൊണ്ടുവരാൻ പാടുള്ളൂ. അങ്ങനെ സമ്മതം ചോദിച്ചു. അവിടെ വളരെ ഗംഭീരമായിട്ട് വിഭീഷണനും ഗംഭീരമായിട്ട് സീതയ്ക്ക് വരാനുള്ള വലിയ പല്ലക്കൊക്കെ ഒരുക്കി വരുന്നു. ആ സീത അങ്ങനെ വരുമ്പോൾ, പല്ലക്കിൽ കയറി വരുമ്പോൾ, രാമൻ വളരെ ക്രൂരമായിട്ട് സീതയോട് ചോദിച്ചു, നീ എന്തിനാ നടന്നു വാ, എന്തിനാ പല്ലക്കിൽ കയറി വരുന്നേ? സാധാരണ ആൾക്കാർ ഇപ്പൊ നടന്നു വാ പോരെ. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇത്ര ക്രൂരമായിട്ട് രാമൻ സീതയോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ദുഃഖമുണ്ടായി. പിന്നെ രാമൻ എന്താ പറഞ്ഞേ? നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോവാം, നീ ലക്ഷ്മണന്റെ കൂടെയോ അല്ലെങ്കിൽ ഭരതന്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും പോകാം, നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും, നീ എന്തിനാ എന്റെ മുമ്പിലേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞ് വളരെ ക്രൂരമായി സീതയോട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഈ ക്രൂരമായി സംസാരിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ സീതയ്ക്ക് ദേഷ്യം വന്ന സീത ലക്ഷ്മണനോട് കാണിച്ച ഈ ക്രൂരമായ വാക്കുകൾക്ക് പകരം തിരിച്ച് അതുപോലെ ക്രൂരമായിട്ട് ഒന്ന് കേട്ടേ പറ്റൂ. കാരണം കർമ്മഫലം എന്ന് പറയും. നാം ഒരാളോട് വളരെ ക്രൂരമായി മോശമായി പെരുമാറിയാൽ തീർച്ചയായിട്ടും മറ്റൊരു ഭാഗത്തു നിന്നും ഒരു സമയത്ത് ഇതേപോലെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും ഉള്ള നമ്മുടെ ക്രൂരതകൾക്ക് പകരം ക്രൂരതകൾ എവിടെ നിന്നും കിട്ടും. നല്ല ചിന്തകളും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളുമാണെങ്കിലോ അതിന് നന്മയും നമുക്ക് കിട്ടും.
നമുക്ക് ക്രൂരത വന്നാൽ, അല്ലെങ്കിൽ ക്രൂരമായിട്ട് മോശമായിട്ടാണെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ വന്നാൽ അതിനെ നേരിടാൻ ശക്തിയും നമുക്ക് കിട്ടും. ഇതെല്ലാം ഈശ്വരീയമായിട്ട് നമുക്ക് കിട്ടും, പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇതെല്ലാം കഴിഞ്ഞ് അഗ്നിശുദ്ധിയും കഴിഞ്ഞ് സീത വരുന്നു. സീത വന്ന് സീതയും രാമനും രാജധാനിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട്, അയോധ്യയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അവിടെ ഭരതന്റെ അനുവാദം കിട്ടാൻ വേണ്ടി രാമൻ കാത്തു നിന്നു. എന്താണ്? ഭരതനാണ് രാജാവ്. ആ രാജാവിന്റെ അനുവാദം വാങ്ങാതെ രാമന് രാജധാനിയിലേക്ക് കടക്കാൻ പാടില്ല. അത് നിയമമാണ്. ആ നിയമം പാലിക്കുന്നവനാണ് രാമൻ. അതനുസരിച്ച് അനുവാദം ചോദിച്ചു. പിന്നെ 14 കൊല്ലം കഴിഞ്ഞിട്ടാ വരുന്നത്. 14 കൊല്ലം ആയിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ അവകാശിക്ക് ഇനി എല്ലാ കാലത്തേക്കും ഞാൻ തന്നെയാണ് അധികാരി എന്ന് പറയാൻ ധർമ്മബോധത്തിൽ ആ ക്ലോസ് ഉണ്ട്. അതനുസരിച്ച് രാമൻ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ സഹോദരന്റെ അനുവാദം വേണം. അതേസമയം ഈ സഹോദരൻ അവിടെ എങ്ങനെയാണ് വളർന്നിരുന്നത്? രാമന് പോയപ്പോൾ രാമൻ കാട്ടിൽ എങ്ങനെ കടന്നിരുന്നതോ അതുപോലെ തന്നെയാണ് ഇദ്ദേഹം നാട്ടിലും കടന്നിരുന്നത്. ആ സാഹോദര്യം, ആ സഹോദര ബന്ധം, അത് ഇത്രമാത്രം കൃത്യമായിട്ട് നമ്മൾ കാണുന്ന രാമായണത്തിലാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഈ സഹോദര ബന്ധത്തിന്റെ ശക്തി എന്താണെന്ന് നമ്മളുടെ മക്കൾക്ക്, കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നതുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാനും പഠിപ്പിക്കാനും അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ പ്രവർത്തിക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കണം. ഇതൊരു ചെറിയൊരു ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രാമായണത്തിൽ നിന്ന് ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ സമയം നിഷ്ഠ പാലിക്കേണ്ടതുള്ളത് കൊണ്ടും അധികം സമയം എടുക്കരുത് എന്ന് സുകേഷ് ജി പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഇനി അർത്ഥം പറയുന്നവർക്കും വായിക്കുന്നവർക്കുള്ള അവസരം കൊടുക്കുന്നതിന് വേണ്ടി തൽക്കാലം ഞാൻ എൻ്റെ ഇവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് കരുതുന്നു. ഇനിയും സന്ദർഭം കിട്ടുകയാണെങ്കിൽ കൂടുതലായിട്ട് രാമായണത്തെ കുറിച്ച് ഒരു ചർച്ച തന്നെ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഏകപക്ഷീയമായിട്ടുള്ള സംഭാഷണത്തെക്കാൾ കൂടുതൽ ചർച്ചയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പലതും ചർച്ച ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാക്കേണ്ടത് പലതുമുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ച് ഇതുകൊണ്ട് ഇത് വളരെയധികം പ്രയോജനകരമാക്കണം. അതിന് രാമായണ മാസത്തിൽ മാത്രമല്ല, അത് കഴിഞ്ഞു ആകാം. അതുകൊണ്ട് രാമായണം കൃത്യമായ പഠനത്തിന് വിധേയമാക്കണം എന്നുള്ളൊരു അപേക്ഷ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. വളരെ നന്ദി അരവിന്ദാക്ഷൻജി. അരവിന്ദാക്ഷൻജി പറഞ്ഞതുപോലെ രാമായണം കൂടുതൽ ചർച്ച ചെയ്യാനും കേൾക്കാനും ഇന്ന് ഒരവസരം കൂടിയുണ്ട്. രാത്രി 8:30 കാലടി സ്ഥാനീയ സമിതിയുടെ രാമായണ പ്രോഗ്രാം പ്രഭാഷണമുണ്ട്. അതിൻ്റെ ഓൺലൈൻ പ്രോഗ്രാമാണ്. ലിങ്ക് ഞാൻ അല്പം കഴിഞ്ഞിട്ട് എല്ലാവർക്കും അയച്ചു തരാം. അതിലും എല്ലാവരും പങ്കെടുക്കണം. പാരായണത്തിലേക്ക് കടക്കാം. ശ്രീമതി ലതാ മനോഹരൻ. ഹരി ഓം. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം സന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വര വിശ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരി ഓം. ഇന്ന് നമുക്ക് വ്യാഖ്യാനം പാരായണവും ജടായുഗതി മുതൽ ശബര്യാശ്രമം വരെയാണ്. തുടങ്ങാം.
സീതാദേവിയെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ശ്രീരാമൻ ഒരു രഥം തകർന്നു കിടക്കുന്നതായി കാണുകയും അതിനടുത്ത് ഒരു ഘോരരൂപത്തെയും കണ്ടു. സീതയെ ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞ ഏതോ രാക്ഷസനാണെന്ന് കരുതി കൊല്ലാനാഞ്ഞപ്പോൾ, അരുതേ, ഞാൻ വധാർഹനല്ല, ഞാൻ പക്ഷിരാജാവ് ജടായുവാണ്, അങ്ങയുടെ ഭക്തനും പിതാവിന്റെ ഇഷ്ടമിത്രവുമാണ്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത് തടഞ്ഞപ്പോൾ തന്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി അങ്ങയെ കണ്ട് വിവരം അറിയിച്ചിട്ടേ ഞാൻ മരിക്കാവൂ എന്ന വരം സീതാദേവിയിൽ നിന്നും ഞാൻ നേടി. ജടായുവിൽ നിന്നും സീതാ വിവരങ്ങളെല്ലാം അറിഞ്ഞ രാമൻ ജടായുവിന് സാരൂപ്യമുക്തി നൽകി. അനന്തരം ജടായു ഭക്തിപൂർവ്വം ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നു. ഇതിൽ സന്തുഷ്ടനായ രാമചന്ദ്രൻ ജടായുവിനെ എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. രാമഭക്തന്മാരായ നാം ഓരോരുത്തരും ജടായുവിനെ പോലെ ഭഗവാനിൽ തൽപരരായാൽ ഭഗവാനോട് സാരൂപ്യമുക്തി അടയാം. അനന്തരം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടുകൂടി സീതാന്വേഷണം തുടർന്നു. വഴിമധ്യേ കബന്ധൻ എന്ന അസുരന്റെ കൈവലയങ്ങളിൽ അകപ്പെടുന്നു. പണ്ട് സുന്ദരനും യൗവനയുക്തനുമായിരുന്ന കബന്ധൻ അഷ്ടാവക്രൻ എന്ന മുനിയെ കളിയാക്കിയതിന്റെ പേരിൽ മുനി ശപിച്ചാണ് അസുരനായത്. ശാപമോക്ഷമായി ശ്രീരാമചന്ദ്രന്റെ കൈകളാൽ ചിറകുകൾ അരിയുന്ന അന്ന് ശാപമോക്ഷവും കിട്ടുമെന്ന് അരുളി ചെയ്തു. ആ ദുഃഖത്തോടെ നടക്കുമ്പോൾ ഒരു ദിവസം ദേവേന്ദ്രനെ ആക്രമിച്ചു. ഇന്ദ്രന്റെ വജ്രായുധത്താൽ തല അറുക്കപ്പെട്ടു. ബ്രഹ്മാവിന്റെ വരശക്തി കൊണ്ട് മരണമുണ്ടായില്ല. വധാർഹനല്ലാത്തതിനാൽ ഇന്ദ്രൻ തന്നെ കബന്ധന്റെ വദനത്തെ ഉദരത്തിലാക്കി. മുഖവും പാദവും ഉദരത്തിലായതോടെ ഇരു കൈകളും യോജന നീളമുള്ളതായി തീർന്നു. ഇന്ദ്രന്റെ ആജ്ഞപ്രകാരം നിത്യവൃത്തിക്ക് കൈകൾക്കുള്ളിൽ അകപ്പെടുന്ന ജീവികളെ വായ്ക്കുള്ളിലാക്കി ജീവിച്ചു പോരുന്നതിനിടയിലാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കബന്ധന്റെ കൈക്കുള്ളിൽ പെടുന്നത്. രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ഭഗവാനും ലക്ഷ്മണനും കബന്ധന്റെ കൈകൾ അരിഞ്ഞു വീഴ്ത്തി. ഭയന്നു വിറച്ച കബന്ധൻ ഇരുവരുടെ വൃത്താന്തം ചോദിച്ചറിഞ്ഞു. ശേഷം തന്റെ ശരീരം ദഹിപ്പിച്ചാൽ സീതയെ കണ്ടെത്താനുള്ള മാർഗം പറഞ്ഞു തരാമെന്ന് പറയുന്നു. ഉടനെ കബന്ധനെ ദഹിപ്പിക്കുന്നു. അപ്പോൾ ആ ശരീരത്തിൽ നിന്നും ഒരു ഗന്ധർവൻ പുറത്തു വരികയും കോമള പദങ്ങളാൽ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു. സന്തോഷചിത്തനായ ഭഗവാൻ ഗന്ധർവനെ തന്റെ പദത്തെ പ്രാപിപ്പിച്ചു. ഭക്തനായ നിനക്ക് അധപതനം ഉണ്ടാവില്ലെന്ന് വരം നൽകുകയും ചെയ്തു. വരം സ്വീകരിച്ച ഗന്ധർവൻ മതംഗാശ്രമത്തെക്കുറിച്ചും ഭഗവാന്റെ ഭക്തയായ ശബരിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. ശബരി സീതാ അന്വേഷണത്തിനായി വേണ്ടുന്ന വാർത്തകളെല്ലാം തരുമെന്നും പറഞ്ഞ് അപ്രത്യക്ഷനാവുന്നു. പിന്നീട് അവർ മനോഹരമായ ശബര്യാശ്രമത്തിലെത്തി. സന്തോഷത്തോടെ ശബരി അർഘ്യപാദ്യാസനാദികൾ ചെയ്ത് പൂജിച്ച് ആനന്ദിച്ചു. തന്റെ ഗുരുഭൂതന്മാരായ മഹർഷിമാർ അങ്ങയെ പൂജിച്ചിവിടെ കഴിയുമ്പോൾ ഞാൻ അവരെ സേവിച്ചിവിടെ കഴിഞ്ഞിരുന്നു. അവരെല്ലാം ബ്രഹ്മപദം പോകുമ്പോൾ എന്നോടൊരു വചനം പറഞ്ഞിരുന്നു. പരമാത്മാവായ മഹാവിഷ്ണു രാക്ഷസവധത്തിനും ധർമ്മത്തെയും നമ്മളെയും രക്ഷിക്കാനായി ഇവിടേക്ക് എഴുന്നള്ളും. അന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് എന്നോട് ജീവത്യാഗം ചെയ്യണം എന്നായിരുന്നു ആ വചനം. അത് ഇന്ന് സത്യമായി. തന്റെ ഗുരുക്കന്മാർക്ക് പോലും അങ്ങയെ കണ്ടു വണങ്ങുവാനുള്ള ഭാഗ്യമുണ്ടായില്ല. അങ്ങനെയിരിക്കെ മൂഢയായ തനിക്ക് ഈ ഭാഗ്യം ഉണ്ടായല്ലോ. ശബരി തനിക്ക് അങ്ങയുടെ തൃപ്പാദങ്ങളെ കൂപ്പി സ്തുതിക്കാനുള്ള അറിവില്ലെന്നറിയിക്കുന്നു. ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, പുരുഷൻ, സ്ത്രീ, ജാതി, നാമം, ആശ്രമം തുടങ്ങിയവയൊന്നും 3 ലോകങ്ങളിലും എന്നെ ഭജിക്കുന്നതിന് കാരണമാകുന്നില്ല. ഭക്തി മാത്രമാണ് കാരണം. മുക്തി ലഭിക്കാനും വേറെ കാരണമൊന്നുമില്ല. ഭക്തി കൊണ്ട് മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. അങ്ങനെ ഭക്തി സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടാൽ മുക്തിയും ലഭിക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവതാ ഭക്തിയെ കുറിച്ച് ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം സീതയെക്കുറിച്ച് ആരാഞ്ഞു. രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവി ലങ്കയിലുണ്ടെന്നും പമ്പാസരസിന്റെ തീരത്ത് ഋഷ്യമുഖാജലത്തിൽ ബാലിയായ സഹോദരനെ പേടിച്ച് സുഗ്രീവൻ എന്ന വനശ്രേഷ്ഠനുണ്ടെന്നും അദ്ദേഹവുമായി സഖ്യം ചെയ്താൽ സീതാന്വേഷണത്തിന് സഹായകരമാവുമെന്നും പറഞ്ഞ് ശബരി ദേഹത്യാഗം ചെയ്തു. ശബരി മുക്തി നേടി. ഭക്തവത്സലനായ ഭഗവാൻ പ്രസാദിച്ചാൽ ഇന്നാർക്കെന്നില്ല നീചജാതികൾക്ക് പോലും മുക്തി ലഭിക്കും. ഭഗവത് പ്രസാദമുണ്ടായാൽ ജീവികൾക്ക് ദുഷ്കരമായി ഒന്നുമില്ലെന്ന് മനസ്സിലാക്കണം. ശ്രീരാമഭക്തി മോക്ഷപ്രദമാണ്. അതുകൊണ്ട് ശ്രീരാമന്റെ പാദകമലങ്ങളെ നിത്യവും സേവിച്ചു കൊള്ളുക. മന്ത്രം, തന്ത്രം, ധ്യാനം, കർമ്മം തുടങ്ങിയവയെല്ലാം ദൂരെ വിട്ടിട്ട് സദ്ഗുരുവിന്റെ ഉപദേശപ്രകാരം ശ്രീരാമചന്ദ്രനെ നിത്യവും ധ്യാനിച്ചു കൊള്ളുക. ശ്രീരാമമന്ത്രം എപ്പോഴും ജപിച്ചു കൊള്ളുക. ശ്രീരാമചന്ദ്രന്റെ കഥ കേൾക്കുകയും പറയുകയും ശ്രീരാമഭക്തന്മാരെ പൂജിക്കുകയും ചെയ്ത് ഈ പ്രപഞ്ചമാകെ ശ്രീരാമമയമെന്ന ബോധം ഉറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രനോട് ഐക്യം പ്രാപിക്കാൻ കഴിയും. ഭദ്രേ, പാർവതി, രാമരാമ എന്നു സദാ ജപിച്ചുകൊള്ളുക. ഇങ്ങനെ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോട് രാമകഥ അരുളി ചെയ്തത്
കേട്ടപ്പോൾ ദേവി ഭക്തപരവശയായി ശ്രീരാമനിൽ തന്നെ മുഴുകിയ മനസ്സോടെ ലയിച്ചിരുന്നു. പാരായണത്തിന് രഥാമണി ടീച്ചറെ ക്ഷണിക്കുന്നു. അറിയാം. ശ്രീരാമ ജയ ഹനുമാൻ. പൂർവം കാമതപോ നിധിഗമനം മൈക്ക് ഓഫ് ആയിട്ടുണ്ട് ടീച്ചർ. വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലേ നിഗ്രഹം സമുദ്രതരണം ലങ്കാപുരീദാഹനം പഞ്ചാരാവണ കുംഭവർണ നിധനം ഏതദ്ധി രാമായണം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ജടായുഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രജാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതോ മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായോരു രഥം കാണടോ കുമാരാ നീ. തന്വങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായേ ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനന കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടുന്നതു കേട്ട നേരം മിത്രസ്രഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ. വധ്യനല്ല ഹന്തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവതാതനോ വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകും നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ കുഷ്ഠവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മര്യാദ കൊണ്ട് ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നെ കൃപാനിധി തൃക്കഴലിന നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരഞ്ജനായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം കൊണ്ടു ചെന്നടുത്തിരുന്നു. തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാൻ അവനുടൽ. ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭാ വൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലെ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റീടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാലഹം പുണ്യപൂരുഷ പുരുഷോത്തമാദയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാമായ മനുഷ്യരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേ ഞാൻ എന്നു മൂലം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധൂക കുസുമതൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്തം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോട് ചേർന്നിടാമല്ലോ.
ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ. മന്ദം മന്ദം പൂർണ്ണ ആത്മാനന്ദം വന്നേടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും. മഞ്ഞിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസേമി ചേർത്തിട്ടുത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണൻ അതു കേട്ടു ചിതയും തീർത്തേടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം. പുല്ലിന്മേൽ വെച്ച് ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും. ശംഖാരി ഗദാപത്മമകുട പീതാംബരാദ്യങ്കിതരൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. തേജസാ സകല ദിഗ്വാപ്തനായി കാണായി വന്നു. സന്നദ്ധ ഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ രാമ രാമ. ജടായുസ്തുതി. അഗണ്യ ഗുണമാദ്യമവ്യയമപ്രമേയം അഖില ജഗത് സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം പരതമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിത കടാക്ഷ വിക്ഷേപിതാമരശുജം രഹിതാവതി സുഖമിന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശര കോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയ രൂപമീഡിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനനദവദഹനനാമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ധനുജപതി കോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാകരം ഭഗവത് സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരണതരണാഗ്രിപോദകം നിത്യം ഭവനാശായ നിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിശഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയ ധനുജേന്ദ്ര സേവിത പാദം സുരപമണിം നിഭം പ്രണതോസ്മ്യഹം രാമം. പരതാരാർത്ഥ പരിവർജിത മനീഷിണാം പരപൂരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിതസുന്ദര വികസിത വക്ത്രാംബോരുഹം സ്മൃതിഗോചരമസിതാംബുദകളേപരം സിത പങ്കജ ചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രൗഹസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭൂരൂപഭേദേന ഗുണത്രിദയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജന സ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മദശതകോടി സുന്ദരകളേപരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പക്ഷീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി
അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം. ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടോരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ. നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. കബന്ധഗിരി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായ വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈരേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജന ബാഹുക്കളും ചക്ഷുരാദ്രികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം കാലും തലയുമില്ലതാനും. രക്ഷസ് പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജ മധ്യസ്ഥന്മാരായതോ കുമാരാ നാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാലതു വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവം എന്തിന് വിചാരിപ്പാൻ. ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിലാരുമുണ്ടായി ഇതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരംഗബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചിരിച്ചുടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടോ മമ ഭാര്യയായോരു നാരി. പോയതോ ഞങ്ങൾ നായാട്ടിന്നതു നേരമതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഗത്തോടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം നിന്തിരുവടി തന്നെ. മുന്നിലാമാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനകം. രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ. അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. ദുഷ്ടനായ മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകന്നാൻ. ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ അറുക്കുന്നാൾ. വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരുഷ ശതകോടിയാൾ തലയറുത്തു ശതമഖൻ. വജ്രമേറ്റിട്ടും മമ വന്നീല മരണമെന്നബ്ജ സംഭവൻ മമ തന്നൊരു വരത്തിനാൽ. വധ്യനല്ലായിക മൂലം വൃത്തിക്കു
മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും. ഉത്തമോത്തമ യകുദായക ദയാനിധേ, മന്യം ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനെ കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ട് വീതിഗോത്രനെ ജ്വലിപ്പിച്ചിതോ സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിൽ നിന്നങ്ങുത്ഥിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്മത സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കോൾമയർ കൊണ്ട് ഗദ്ഗദാക്ഷരപാണികളാം കോമള പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനെ തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകമന്യ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം മങ്ങേടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതോ നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കിയ ലോകമജ്ഞാനമോഹവശാൽ. രാധാജി മറ്റേ കുട്ടി വായിക്കും. ആ റെസ്റ്റ് എടുത്തോളൂ. നമസ്തേ നമസ്തേ. ചൂടുവെള്ളം കുടിക്കാം. ലത ഹരിയം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനതി സ്ഥൂലം ഭാവനാ വിഷയമായോന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടും ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥതേ ഗുൽഭം രസാതലം തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരു കാണ്ഡങ്ങൾ തവ വിതലമതലവും ജന്മൻ വഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം. തുണ്ടമായതു ജനലോകമെന്നതു നൂനം ശങ്കദേശം തേ തപോലോകമതിന്മീതെ
പങ്കജയോ നിവാസമാകിയ സത്യലോകം. ഉത്തമാക്കം തേ പുരുഷോത്തമ ജഗത്പ്രഭോ, സത്താമാതൃക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ, കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ടകൾ യമനല്ലോ. നക്ഷത്ര പങ്ക്തിയല്ലോ ദ്വിജ പങ്ക്തികളെല്ലാം ഹസമായതു മോഹകാരിണി മഹാമായ ഹസനാ സൃഷ്ടിസ്തവാപാങ്കമോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ, സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും പ്രേക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും ദൃഷ്ടിയായതും തവരേതസ്സെന്നറിയണം. പുഷ്ടമാം മഹീപദേ കേവലജ്ഞാന ശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടുമാം മുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു, സാന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽ കാലും മുഖ്യമായിരിപ്പോ നിധി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപീശുകരം ജഡൽവൽക്കല വിഭൂഷണം കാനനെ വിജിന്വന്തം ജാനകിം സലക്ഷ്മണം. മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിനായലം ചിന്തിക്കുന്നേൻ. ഭാനുവംശോദ്ഭൂതനാം ഭഗവാൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ ശർവൻ അവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിടും മുക്തമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമ രാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ. മൂഢന്മാർ ഭവത്തത്വമെങ്ങനെ അറിയുന്നു, മൂടിപ്പോകയാൽ മഹാമായ മോഹാന്തകാരെ. രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമചന്ദ്രായ ജഗത് സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ, പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക, അംബുജവിലോചന സുന്ദരം നമസ്കാരം. ഇത്തമർത്തിച്ചു ഭക്തിയാ സ്തുതിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു. സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചല ഭക്തിയാ ഗന്ധർവ ശ്രേഷ്ഠ ഭവാൻ മത്പദം പ്രാപിച്ചാലും നമ്മെ സനാതനം ഭോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മത്പ്രസാദത്താലിടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ. ഈ സ്തോത്രം ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥപതനം ഇനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവ ശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ. മുമ്പിലാം മാറു കാണാൻ മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരിതപസ്വിനി. ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ. അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു. ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യ സമ്പദിച്ചിതു പാദാംബോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശു നേത്രങ്ങളോടും അവൾ
ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർക്യാസനാദികളാലെ പൂജിച്ചു തത്പാദതീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു ബലമൂലങ്ങൾ നൽകിയിടിനാൽ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവറുകളും എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയ മുന്നേ നീ വഹിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരം പുരുഷൻ പരമാത്മാവന്നവതരിച്ചിതു രാക്ഷസപദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിത വണ്ണം ഗുരുഭാക്ഷിതം സത്യമല്ലോ, നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുബോധന്മാരെല്ലാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനതിനൊട്ടുമധികാരിണിയല്ലയല്ലോ. വാക്മനോ വിഷയമല്ല ദുർഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണകുത്തി സ്തുതിച്ചു കൊള്ളുവാനും അങ്ങുൾ കമലത്തിലെറിയ പോകതയാനിതേ. രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയെ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദിതബോധാന വേദാധ്യായന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മദ്ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ, ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മക്കഥാലാഭം രണ്ടാം സാധനം, മൂന്നാമതും മദ്ഗുണേരണം, പിന്നെ മദ്വചോവ്യാഖ്യാതൃത്വം, മത്കലാചാതാചാര്യോപാസനം അഞ്ചാമതും, പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും, മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും. മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ, സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മദ്ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കുകയും മത്തത്വവിചാരം കേളും ബദാമതും ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാതി സാധനം നൂനം, ഉത്തമായത് ഭക്തി സാധനവിധം. ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ നിജങ്ങൾക്കെന്നാകിലും മൂഢനാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമതബോധനയാകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കുതബോധനെ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം കേനവാനീത സീത മത്പ്രിയ മനോഹരി രാഗവാക്യമേവും കേട്ടൊരു ശബരിയും ആകുലമകലുവാൻ ആദരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവഴി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഛേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലർമ്മകളെ ഞാൻ
മുമ്പിലമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തത്പുരോഭാഗെ പശ്യപർവ്വതവരം ദൃശ്യമോഖ്യാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ പാലനം ചെയ്യുക ഭവാനവനെ വൈദൂലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവത്പാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കണം മുഹൂർത്തമാത്രം ഭവാൻ എത്രൈവമേ തീർക്കണം മായാകൃതബന്ധനം ദയാനിരെ. ഭക്തി പൂണ്ടിത്തമുക്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി. നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദം ഭോജം സേവിച്ചു നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാനകർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചേടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥയും കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും. ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. ശ്രീരാമ രാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിൻ ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമ ഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാജയിച്ചരുളെന്നരുളി ശങ്കരാജയിച്ചരുളെന്നിരുന്നാൻ. നിത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. നമസ്തേ. രാമായണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞു തന്ന അരവിന്ദാക്ഷൻജിക്കും വളരെ മനോഹരമായി വ്യാഖ്യാനിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്ത രാധാമണി അമ്മയ്ക്കും ലതാ മനോഹരൻ ജിക്കും ഗീതാ സ്വാധ്യായ സമിതിയുടെ ആദരണീയ അധ്യക്ഷ വിജയലക്ഷ്മി അമ്മയ്ക്കും പാരായണത്തിനെത്തിയ ശ്രവിക്കാനെത്തിയ എല്ലാ സുമനസ്സുകൾക്കും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെയും ഗീതാ സ്വാധ്യായ സമിതിയുടെയും നന്ദി ആശംസകൾ. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കർക്കിടകം 13 പരിപാടികൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും നാളെ വൈകുന്നേരം വീണ്ടും കാണാം. നമസ്തേ, ശുഭരാത്രി.